ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതിയെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഇന്ത്യയിലെ കോടിക്കണക്കിന് കർഷകർക്ക്, അതായത് ഭാരതത്തിൻ്റെ നട്ടെല്ലാണ് കർഷകർ. ആ കർഷകരുടെ ഉന്നമനത്തിൽ കൂടെ മാത്രമേ ഈ രാജ്യത്തെ ലോകത്തിൻ്റെ മുൻനിരയിലെത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു കർഷക ഭാരതത്തെക്കുറിച്ച്. പണ്ഡിറ്റ് ദീനദയാൽജിയുടെ അന്ത്യോദയ പദ്ധതിയുടെ ഭാഗമായിട്ട്, അതായത് കാർഷിക അഭിവൃദ്ധിയിൽ കൂടെ മാത്രമേ ഭാരതത്തിന് വിജയം കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മുടെ ഏകാത്മ മാനവ ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക ക്രമത്തിൽ പണ്ഡിറ്റ് ദീനദയാൽജി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്ന്, ഈ പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആരംഭിച്ച കർഷകരുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ വരുമാനം ഇന്നുള്ളതിൽ നിന്നും ഇരട്ടിയാക്കി മാറ്റുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. ഇത് ഇരട്ടിയായി വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വർഷം 6000 രൂപ വീതം കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തിക്കുന്ന ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതി ഏതൊരു കർഷകനും 1 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെയുള്ള ഏതൊരു കർഷകനും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയും. സ്വന്തമായിട്ട് അവർക്ക് ഭൂമി ഉണ്ടാവണം. 1 സെൻറ്റുള്ള കർഷകന് അപേക്ഷിക്കാൻ കഴിയും. കാരണം 1 സെൻറ്റുള്ള ആളിന് ഒരു ചെറിയ വീടാണ് അതിൻ്റെ അകത്തുണ്ട് എങ്കിലും കോഴിയെ കൃഷി വളർത്താൻ കഴിയും, അല്ലെങ്കിൽ ആട് വളർത്താൻ വേണ്ടിയിട്ട് കഴിയും, ചില ഗ്രോ ബാഗുകളിൽ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ 4 മാസത്തിലൊരിക്കലും 2000 രൂപ വെച്ചാണ് അവരുടെ അക്കൗണ്ടിൽ കിട്ടുന്നത്. അപ്പോൾ മറ്റ് കർഷകർക്ക് അത് വളം വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും, കൃഷിയുടെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ബഹുമുഖമായിട്ടുള്ള ഒരാശയമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആർക്കൊക്കെ ചേരാൻ കഴിയുമെന്നുള്ളത്, ഇന്ത്യയിലുള്ള ഏതൊരു കർഷകനും 5 ഏക്കറിന് മുകളിൽ ഭൂമി ഇല്ല എന്നുണ്ട് എങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ പറ്റും. പ്രതിവർഷം 6000 രൂപയാണ് ലഭിക്കുന്നത്. ഇത് ചേരാൻ കഴിയണ ഒന്ന് സ്വന്തമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കോമൺ സർവീസ് സെൻറ്റർ, അത് കേരളത്തിൽ കുറേ അക്ഷയ സെൻറ്ററുകളിലുണ്ട്. ബാക്കി കോമൺ സർവീസ് സെൻറ്ററുകൾ വഴി നമുക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലേക്ക് ആദ്യത്തെ അപേക്ഷ കൊടുക്കാൻ കഴിയും. ഈ അപേക്ഷ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു UID നമ്പർ നമുക്ക് ലഭിക്കും. ആ കിട്ടുന്ന ഫോം എടുത്ത് നേരെ നമ്മുടെ ഭൂമിയുടെ കരം തീർത്ത രസീത്, നമ്മുടെ ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ഇതെല്ലാമായിട്ട് അതിൻ്റെ കോപ്പികളുമായിട്ട് കൃഷിഭവനിൽ കൊണ്ടുപോയി കൊടുത്ത് അതിനെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇന്നും പലർക്കും ഇത് കിട്ടാതിരിക്കുന്നത് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ടോ തെറ്റായ രീതിയിൽ അതിനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് പലർക്കും ഇന്ന് ആനുകൂല്യങ്ങൾ, പലർക്കും ഈ പൈസ വരാതിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇത് പദ്ധതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഒരു കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ഈ പദ്ധതിയിൽ അംഗമായി ചേരാൻ കഴിയും. മാനദണ്ഡങ്ങളെന്ന് പറയുന്നത്, പിന്നെ ഒന്ന്, സർക്കാർ ജീവനക്കാർക്ക് ഇതിൽ ചേരാൻ കഴിയില്ല. 10000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ഇതിൽ ചേരാൻ കഴിയില്ല. ഏതോ പെൻഷനോ മറ്റു കാര്യങ്ങളോ. കർഷകർക്ക് ചേരാം. പിന്നെ ജനപ്രതിനിധികൾ, മേയർമാർ, MLA മാർ, അല്ലെങ്കിൽ അതിന് മേളിലോട്ടുള്ള മന്ത്രിമാർ, ഇവർക്കാർക്കും തന്നെ ഈ പദ്ധതിയിൽ ചേരാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് സർക്കാർ നിബന്ധന വച്ചിട്ടുണ്ട്. 10000 രൂപയ്ക്ക് മുകളിൽ പെൻഷൻ ലഭിക്കുന്ന ആർക്കും തന്നെ ഈ പദ്ധതി വഴി ആനുകൂല്യങ്ങളിൽ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം. പിന്നെ 5 ഏക്കറിൽ കൂടുതൽ വസ്തു പാടില്ല എന്നുള്ളതാണ്. ഇതിൽ കാലതാമസം വരുന്നുണ്ട് പലപ്പോഴും. ഇത് കേരളത്തിൽ മാത്രമാണ് കിട്ടുന്നത്. കാരണം ഈ അപേക്ഷകൾ വെരിഫൈ ചെയ്ത്
കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാർ അയച്ചു കഴിഞ്ഞാൽ അത് നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് അവർ സബ്മിറ്റ് ചെയ്ത് യെസ് ഓക്കെ പറഞ്ഞ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അടുത്ത മാസം ഇതിൻ്റെ പൈസ കൊടുക്കും. 1 മിനിറ്റ് കൊണ്ടാണ് കോടിക്കണക്കിന് കർഷകരുടെ അക്കൗണ്ടിലേക്ക് ആ ദിവസം പൈസ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉള്ളത് EKYC ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ മൊബൈൽ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കൈവിരൽ അടയാളം വെച്ചിട്ടോ ഈ കോമൺ സർവീസ് സെൻ്ററിൽ പോയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ കൃഷിഭവനിൽ പോയാലും ചെയ്തു തരേണ്ടതാണ്. പക്ഷേ കർഷകരെ പലപ്പോഴും നിരാശപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു നയമാണ് നമുക്ക് കൃഷിഭവനിൽ. ഇത് അവർ അതിനുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ചെയ്തു തരാറില്ല. തൊട്ടടുത്തുള്ള ഒരു കോമൺ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ EKYC ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ വരുന്നത് ലാൻഡ് വെരിഫിക്കേഷനാണ്. അത് നമ്മൾ ഈ കോമൺ സർവീസ് സെൻ്ററിൽ പോയിട്ട് നമ്മുടെ ഭൂമിയുടെ കരം തീർത്ത രസീത് നമുക്കവിടെ സബ്മിറ്റ് ചെയ്യാം. പിന്നെ പുതുതായിട്ട് ഇനി ആർക്കെങ്കിലും ഇതുവരെ നമ്മൾ ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 2018 നിങ്ങളുടെ കൈവശത്തിൽ ഈ വസ്തു ഉണ്ടായിരുന്നു എന്ന് തെളിവിനായിട്ട് 2018 കരം തീർത്ത രസീതും അതുമുതൽ ഇതുവരെയുള്ള കരം തീർത്ത രസീതുമായിട്ട് നമ്മുടെ കോമൺ സർവീസ് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇത് കിട്ടുന്ന മുഴുവൻ ആളുകളെ ഇന്ന് കർഷകരായിട്ട് ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന എല്ലാവർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടണം എന്ന് വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാർ നിബന്ധന കൊടുത്തിട്ടുണ്ട്. ഈ പണം കിട്ടാതെ ചിലപ്പോൾ ചില തടസ്സങ്ങൾ വരുന്നുണ്ട്. അതിനുള്ള കാരണം ഒന്ന് EKYC ചിലപ്പോൾ നമ്മൾ പുതുക്കേണ്ടി വരും. പിന്നെ വേറെ നമ്മുടെ ഭൂമി വിറ്റുപോയിട്ടുണ്ട് എങ്കിൽ, ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും തടയപ്പെടും. കൃഷിഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ ഇത് വെരിഫൈ ചെയ്യുന്നു. ഈ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി കൊടുത്താൽ ചിലപ്പോൾ ഇത് നിന്നു പോകാനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പൈസ നമുക്ക് വരാതിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, കൃഷിഭവനിൽ നമ്മൾ ബന്ധപ്പെടുക. രണ്ടാമത്തത്, നിങ്ങളുടെ ആധാറും പാൻ കാർഡും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിന് നമ്മൾ അങ്ങനെ ബാങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ പൈസ നമുക്ക് 4-5 ഗഡുവായിട്ട് കിട്ടാതിരിക്കുന്നുണ്ട് എങ്കിൽ ബാങ്ക് മാനേജരെ ഒന്ന് ബന്ധപ്പെട്ട് നമ്മുടെ ഇതിൽ ലിങ്ക് ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പരും ബാങ്ക് അക്കൗണ്ടുമായിട്ട്, അല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല, അതിലെന്തെങ്കിലും ട്രബിൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ പാൻ കാർഡിൻ്റെ വിഷയം ഉണ്ടാവാം. ഇത് നമ്മൾ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തിച്ചേരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കാരണം ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾക്ക്, കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു സർക്കാർ വ്യക്തമായിട്ട്, അതും അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തുക, നിസ്സാരമായ തുക, പക്ഷെ അത് കിട്ടുന്നത് ആർക്കാ? യഥാർത്ഥ കർഷകർക്കാണ്. അവരുടെ ഈ കൃഷി വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ഈ തുക ഉപകരിക്കുന്നുണ്ട്. കേരളത്തിൽ അത് വച്ചിട്ട് പുഷ്പകൃഷി ചെയ്യുന്നവരുണ്ട്. ഓരോ ഗഡു കിട്ടുമ്പോഴും പുതിയ കൃഷികൾ അവർ ചെയ്യുന്നു. ഗ്രോ ബാഗ് കൃഷി വീടിൻ്റെ മുറ്റം മുഴുവൻ ചെയ്യുന്നുണ്ട്. മട്ടുപ്പാവിൽ ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നുണ്ട്. വെളി പ്രദേശങ്ങളിൽ, അതായത് വീടിൻ്റെ സൈഡ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ഗ്രോ ബാഗുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന, എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത്, ഓരോ പ്രാവശ്യം ഈ ഗഡു പൈസ കിട്ടുമ്പോഴും ഒരു ഹൈ ഈൽഡ് ലഭിക്കുന്ന തെങ്ങ് വച്ച് പിടിപ്പിക്കുന്ന ചില കർഷകരെ എനിക്ക് കേരളത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ഗഡു കിട്ടുമ്പോഴും ഒരു തെങ്ങ് 350 രൂപയുടെ നന്നായിട്ട് കായ്ഫലം കിട്ടുന്ന തെങ്ങ് വാങ്ങി വയ്ക്കുന്ന കർഷകർ ധാരാളം പേരുണ്ടെന്നുള്ളത്. 10 ഗഡുവായപ്പോൾ അവർ 10 തെങ്ങായി അവർക്ക് സ്വന്തമായിട്ട്. ഞാൻ ഒരു വീട്ടിൽ കണ്ടത് ഏകദേശം 300-ന് മുകളിൽ തേങ്ങ 2 മാസത്തിലൊരുക്കെ ആ വീട്ടിൽ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. കാരണം എന്താ? 2 വർഷം കൊണ്ട് കായ്ക്കും. ഇന്നിപ്പോൾ ആനുകൂല്യം ലഭ്യമായിട്ട് ഇന്ന് 6 വർഷം വരെ കഴിഞ്ഞു. അങ്ങനെ ഇത് കർഷകർക്ക് വളരെ ഗുണകരമായിട്ട്, ഒരു പ്രോത്സാഹനമായിട്ട്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് വളരെ
ആരുടെയും കാല് പിടിക്കേണ്ടി വരുന്നില്ല. കൃത്യമായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ നരേന്ദ്രമോദി അവിടെ ആ ദിവസം ഇതിൻ്റെ ആ പരിപാടി സ്വിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ 2000 രൂപ ഓൺ ദ സ്പോട്ട് എത്തുന്നുള്ളത് മുഴുവൻ കർഷകർക്കും അറിയാം. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ പദ്ധതിയാണ് ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഭരണപരിഷ്കാരത്തിൻ്റെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയെ കാണാൻ കഴിയും. ഇനി വരും നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഷ്കാരങ്ങൾ ഈ പദ്ധതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കർഷകരുടെ ഉന്നമനമാണ്. അതായത് ജയ് കിസാൻ എന്ന് വിളിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടവരാണ്. അവരുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. ഒരു സമൃദ്ധമായിട്ടുള്ള കർഷക ഭാരതം കെട്ടിപ്പടുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ലക്ഷ്യം. അതുവഴി എക്സ്പോർട്ടിങ് കൂടണം, വിദേശ നാണയം ഇന്ത്യയിലോട്ട് ലഭിക്കണം. ഇതിനു വേണ്ടി അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി പദ്ധതികളിൽ ഏറ്റവും ചെറിയ ഒരു പദ്ധതിയാണ് മുഴുവൻ കർഷകർക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു ജനപ്രിയ പദ്ധതിയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ധാരാളം പദ്ധതികളുണ്ട്. ഫസൽ ബീമാ യോജനയുണ്ട്, അതേപോലെ തന്നെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പദ്ധതികളുണ്ട്, സിഞ്ചായി പദ്ധതിയുണ്ട്, നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷനുമായിട്ട്, അതേപോലെ തന്നെ നാണ്യവിളകളുമായിട്ട് ബന്ധപ്പെട്ട് പച്ചക്കറിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്, തെങ്ങ് കൃഷിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ കോക്കനട്ട് ബോർഡിൻ്റെ ഓഫീസ് നിലനിൽക്കുന്ന കേരളത്തിലാണ്. ആ തെങ്ങ് കർഷകർക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കർഷക ക്ഷേമ പദ്ധതികളിൽ ഒരു പരിപാടി മാത്രമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. മറ്റു പലരും പല തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു സംസ്ഥാനങ്ങളിലും ആർക്കും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഭാരതമാണ്. ഇന്ന് കടം മേടിച്ച് നിൽക്കുന്ന ഒരു ഭാരതത്തിനല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻകാലങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കടബാധ്യതയിലായിരുന്നു. ഇന്ന് ആ കടമെല്ലാം തന്നെ വീട്ടിയിട്ട് കൂടുതൽ പദ്ധതികൾ ജനങ്ങളിലേക്ക് സമ്പത്ത് എത്തിക്കുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതേവേളയുള്ള മറ്റ് നിരവധിയായിട്ടുള്ള ജനപ്രിയ പദ്ധതികൾ മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.